അസ്സലാമു അലൈക്കും. മലപ്പുറം ഈസ്റ്റ് ജില്ലാ SSFന്റെ സാഹിത്യോത്സവനോടനുബന്ധിച്ചുള്ള ഈ കഥാബുക്ക് ഈ സെഷനിൽ മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത് ഒരുപക്ഷെ ഈ പാട്ടിൻ്റെ വിശുദ്ധിയും വിപണിയുടെ താളവും എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയാവുന്ന ഉറപ്പാണ്. ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച ഇതിനിടയിൽ സംഘടിപ്പിച്ചതിലുള്ള നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് റഷീദ് മോഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പുതിയ കാലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരു വേള ഈ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗം ഈ വിപണിയുടെ ഒരു പ്രത്യേക സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും അതിൻ്റെ പ്രശ്നങ്ങളും കുറച്ചുകൂടി ഗൗരവമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കലയും സാഹിത്യവും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതൊരു കേവലം വിനോദമല്ലാതെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്ന ഒരു സമൂഹത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അവരുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യമായ ജീവിതത്തിൻ്റെ ഭാഗമായുള്ള സമരങ്ങളും അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളും ഒക്കെ. ഓരോ കാലത്തും അതിൻ്റെ സാധ്യതകളെ മനോഹരമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു സമൂഹമാണിത്. അത് ഒരു വേള ഒരു സ്പിരിച്വാലിറ്റി അതിൻ്റെ ഭാഗമായി അത് നമ്മുടെ ഈ സർഗാത്മകതക്കൊപ്പം തന്നെ ആത്മീയതയ്ക്ക് ഒപ്പം തന്നെ സർഗാത്മകതയും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായി മാറിയപ്പോഴാണ് ഈ സാമൂഹ്യമായ കടമകൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഒരു പഴയ കാലത്ത് ഇന്നത്തെക്കാൾ ഗൗരവമായ രീതിയിൽ അത് ഇവരൊക്കെ ഈ മേഖലയിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അറബി മലയാള ഭാഷ എന്ന് പറയുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഒരു തരത്തിലുള്ള അതിജീവനമാണ്. ഈ അതിജീവനത്തിന്റെ ഭാഗമായി ഒരു ലിപി എന്നതിലപ്പുറം ഒരു ഭാഷയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും എല്ലാ സവിശേഷതകളും എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തുകയും ഒരു വേള ഇന്ന് ഭാഷാപരമായ തരത്തിലുള്ള ചർച്ചകൾക്ക് ഒരു വേള അതിനു വേണ്ടിയുള്ള ഗൗരവമായ പഠനങ്ങളിൽ ഉൾപ്പെടാതെ പോയ ഒരു സമൂഹത്തിന്റെ സർഗാത്മക വഴിയാണ് ഇതെന്ന് പറയുന്നത്. മലയാള ഭാഷയ്ക്ക് അതിൻ്റെ മാനദണ്ഡങ്ങൾ ലിപിയാണോ ഭാഷയാണോ എന്നുള്ള ചർച്ച വരുമ്പോൾ ഭാഷയാണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരും ഈ ലിപിയിൽ ഈ ഭാഷയിൽ നേരത്തെ തന്നെ സാക്ഷരരാണ്. അത്രക്ക് അവരുടെ എല്ലാ കാര്യങ്ങളെയും അങ്ങനെയാണ് അവരുടെ പാട്ടും കലയും സാഹിത്യവും ഒക്കെ അങ്ങനെ തന്നെയാണ് കൊണ്ടു നടന്നത്. അങ്ങനെയുള്ളൊരു സമൂഹം പിന്നീട് ചെയ്തത് സാമൂഹ്യമായ മാനങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ അങ്ങനെയുള്ള കടമകളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ ഇടപെടാൻ ശ്രമിച്ചു എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇടക്കാലത്ത് നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ ഈ ഭാഷയുടെ സമ്പ്രദായങ്ങൾക്കൊക്കെ മാറി മാനക മലയാളത്തിലേക്ക് മലയാളി എത്തിയപ്പോൾ ഏതാണ്ട് കേരളത്തിലെ മുസ്ലിം പാരമ്പര്യവും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ അങ്ങനെ ആയ സമയത്ത് നമ്മുടെ ഈ ടെക്നോളജിയുടെ വളർച്ചയൊക്കെ ഇതിനെ സ്വാധീനിച്ച ഒരു ഘട്ടം. ഈ പാടിപ്പറയലൊക്കെ കഴിഞ്ഞ് ആ സംവിധാനങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ ഗ്രാമഫോൺ റെക്കോർഡ്, കാസറ്റുകൾ, അതുപോലെ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം വന്നപ്പോഴാണ് ഈ വിപണി ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴും ഇതിനെ ആ തരത്തിലുള്ള ഒരു ചിന്ത ഈ സർഗാത്മക വഴിയിലെ കലാകാരന്മാർ ആലോചിച്ചിട്ടില്ല. ഒരു വേള മറ്റുള്ള കാര്യങ്ങൾക്കിടയിൽ ഇതും എന്നല്ലാതെ ഇതിൻ്റെ ഒരു വിപണന സാധ്യതയെക്കുറിച്ചുള്ള അറിവ് പഴയ ആളുകൾക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. അവര് ഇന്നത്തെ പോലെ ഒരു പ്രൊഫഷണലൈസ് ചെയ്ത ഒരു സമൂഹമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ അക്കാലത്ത് ആളുകൾക്ക് സാധിച്ചത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ ഇന്ന് ഇപ്പോൾ എത്രത്തോളം നമ്മളെ പാട്ടുകൾ സാമൂഹ്യമായ വിഷയങ്ങളിൽ ഇടപെടുന്നു നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്നിപ്പോ അനാചാരങ്ങൾക്കെതിരെ അനീതിക്കെതിരെ പടപൊരുതുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ അതിന്റെ മറ്റൊരു തലമാണ്. അവിടേക്ക് ഞാൻ വരുന്നില്ല, കാരണം അതൊക്കെ നിങ്ങളൊക്കെ കേട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതിന്റെ ചരിത്രത്തെക്കുറിച്ചും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സാമൂഹ്യമായ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അവരിപ്പോ ഒരു ഭക്തി
അല്ലെങ്കിൽ പ്രവാചക പ്രകീർത്തനം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണം, ഒരു ദാർശനിക തലത്തിൽ സമൂഹത്തെ കാണുന്ന സമീപനം, ഇതിലൊക്കെ അവർ കാണിച്ചൊരു സൂക്ഷ്മത നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. ആ തരത്തിലാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് ഞാൻ വിചാരിക്കുകയാണ്. അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ഇന്നത്തെ പാട്ട് സമ്പ്രദായം, പാട്ടിന്റെ തലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചനയാണ്. അപ്പൊ അതിന് മാർക്കറ്റിങ്ങിന്റെ സാധ്യത വളരെ ഉണ്ട്. അത് വെച്ചാണ് ആളുകൾ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. പക്ഷെ അതിനിടയിലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാവുന്നുമുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഒരു ഭാഗതയം എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിലുള്ള ഒരു ആലോചനയും ചർച്ചയും ഒക്കെ പുതിയ കാലത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിൽ ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തെ പ്രതികൾ ആസ്വാദകരും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ, ഇപ്പോൾ കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജി പാട്ട് എഴുതി ജയിലിൽ പോയ ആളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരോധിക്കപ്പെട്ട പാട്ടുകൾ എഴുതിയ ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരൊന്നും ആലോചിക്കാതെ ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇന്ന് ആർക്കുമില്ല. പിന്നെ ഇവിടെയുള്ളത് വിപണന സാധ്യത മാത്രമാണ്, മാർക്കറ്റാണ്. ആ ഒരു തരത്തിലുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു ചർച്ചക്കൊക്കെ വലിയൊരു കാരണം. അതൊരു വിശാലമായ ചർച്ചയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമൊന്നുമല്ല. റഷീദിന്റെ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മളുമായി പങ്കുവെക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ഒരു ആശയം പങ്കുവെക്കുന്ന ഒരു വേളയാണ്. പക്ഷെ അത് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന ഒരു 2 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് പാട്ടിന്റെ വിശുദ്ധിയാണ്. 2 ഈ വിശുദ്ധിയെ വിപണനങ്ങളുടെ ഒരു ലോകത്തിലേക്ക്, താളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇങ്ങനെ 2 കാര്യങ്ങളാണ്. പാട്ടിന്റെ വിശുദ്ധിയെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയകളുടെ കാലമായതുകൊണ്ട് തന്നെ ഏതൊരു പാട്ടിന്റെ വിശുദ്ധിയും നമുക്ക് അതിലൂടെ തന്നെ അളക്കാവുന്നതാണ്. 2 ഇതിന്റെ വിപണന മേഖല. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഞാൻ മാഷോട് പറയാം, എനിക്കിത് പറയാനൊരു പേടിയുണ്ട് ഈ വിഷയം വായിച്ച സമയത്ത് തന്നെ. കാരണം നമ്മളൊക്കെ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. കാരണം എനിക്കൊരു സീരീസ് ഉണ്ട്, അത് യൂട്യൂബ് വഴി വിപണനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയവുമായി പറയുമ്പോൾ കുറച്ച് ഭയപ്പെട്ടുകൊണ്ട് തന്നെ പറയണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വിപണനം നടത്താൻ, നമുക്ക് പല കോപ്രായങ്ങളും ചിലപ്പോൾ പാട്ടുകളിലൂടെ നമുക്ക് കാട്ടിക്കൂട്ടാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആ പാട്ടിൻ്റെ ആശയത്തിനാണ് പ്രാധാന്യം. ആ ആശയത്തിലാണ് നമ്മുടെ വിപണനങ്ങളുടെ ഒരു മാർക്കറ്റ് കിടക്കുന്നത്. ഞാൻ ഉദാഹരണം പറയപ്പോൾ ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു സീരീസിൽ ഞാനൊരു ഭക്തിഗാനം, നമ്മളിത് പറയുന്ന സമയത്തൊന്ന് ടോട്ടല് ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി പറയുകയാണ്. ഞാനൊരു ഭക്തിഗാനം, അത് ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ റബ്ബിന്റെ മുമ്പില് നിൻ സുജൂദില്ലെങ്കിൽ കോപം നിന്നിൽ ഭവിക്കും, ഹുബിന്റെ കാവല് നിൻ റൂഹിലില്ലെങ്കിൽ ദേഹം ഖബറിൽ വിറക്കും, ദുനിയാവ് ശാശ്വതമല്ലെന്നറിഞ്ഞിട്ടും വെട്ടിപ്പിടിക്കാനായോടി, ദുരിതങ്ങൾ നിൻ വിധി മാറ്റി മറിച്ചപ്പോൾ അള്ളാന്റെ മുമ്പിൽ നീ തേടി, സമയം നിന്നെ മറമാടി. ഈ പാട്ടിൽ ഞാൻ ഉദ്ദേശിച്ച ആശയം എന്ന് പറഞ്ഞാൽ, ഞാനിതൊരു മലമുകളിൽ നിന്ന് എഴുതിയ ഒരു പാട്ടാണ്. നമ്മുടെ ഒരു സീരീസിന് വേണ്ടി എഴുതിയ പാട്ടാണ്.
ഞാൻ ഉദ്ദേശിച്ച ആശയം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. റബ്ബിന്റെ മുമ്പിൽ നിൻ സുജൂദില്ലെങ്കിൽ കോപം നിന്നിൽ ഭവിക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇവൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അതിൽ നിന്ന് ഉണ്ടായ ഒരു ആശയമാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ആശയമുണ്ട്. ഈ ആശയം എന്ന് പറയുന്നത് ഞാൻ അതിന് കൊടുക്കുന്ന ഒരു വിശുദ്ധിയാണ്. ഈ ആശയം എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ നമുക്ക് പറയാം ഒരു വിശുദ്ധി. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് പിന്നീട് ഞാനിത് എവിടെ കണക്ട് ചെയ്യാണ്, ഈ സീരീസിന് വേണ്ടി ഇത് വിപണിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ സീരീസിലെ പാട്ടുകളുടെ ഒരു ചലനം ഒന്ന് ഭക്തിഗാനമാണ്, രണ്ട് മദ്ഹ് ആണ്, അല്ലെങ്കിൽ മൂന്നാമതൊരു സന്ദേശഗാനമാണ്, അതല്ലെങ്കിൽ കുറച്ച് കല്യാണ പാട്ടുകൾ. അങ്ങനെ പൊതുമധ്യത്തിൽ നമുക്ക് ഈ ഒരു വിഷയം, കാരണം ഈ പറയപ്പെടുന്ന ഭക്തിഗാനങ്ങളും മദ്ഹ് ഗാനങ്ങളും ഒക്കെ പാടുന്ന സമയത്ത് എത്രത്തോളം ഇത് പൊതുമധ്യത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ആശങ്ക. ഞാനത് ഓപ്പണായി തന്നെ പറയാണ്. നമ്മളെ സമയം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ അവസാന ഭാഗത്തേക്ക് ഈ ചില നമ്മൾ പറയാറുണ്ട് ഈ അപ്പം ചൂട് ചൂട് പാത്തുമ്മ ഇങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ മാർക്കറ്റ് കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ടാണ്. ഞാനത് കൂട്ടി തന്നെ പറയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഘടന. ഇനിയിപ്പോ പുതിയ കാലത്തെ ചില പാട്ടുകൾ ഇപ്പൊ നമുക്ക് ഉദാഹരണം ഇപ്പൊ നിസ്കാരപ്പായ നനഞ്ഞ് കൂതിർന്നല്ലോ നിവരാതെ കുമ്പീട്ടൻ കണ്ണ് നിറഞ്ഞല്ലോ. ഇതിലുണ്ട് ഇതിപ്പോ നമുക്കറിയാം നമ്മളൊരു വിശുദ്ധി പടച്ചോനോട് നമ്മളൊരു ഭക്തി ഗാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പടച്ചോനോട് നമ്മൾ പറയുന്ന ഒരു സങ്കടം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അതാണ്. പക്ഷേ ഈ ആശയത്തെ പുതിയ കാലത്തേക്ക് നമ്മൾ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് ഇപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാനൊരു കുറ്റപ്പെടുത്തലല്ല, മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കുറ്റപ്പെടുമ്പോ ഈ വേടൻ പാടുന്ന അതല്ലെങ്കിൽ ഡാബ്സിയുടെ പുതിയ കാലത്തെ ട്രെൻഡ് അനുഗമിക്കുന്ന അവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല. അവരുടെ ചില പാട്ടുകൾ, ആ പാട്ടിന്റെ തലം പുതിയ കാലത്തെ ആളുകൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നുള്ളതാണ്. വരികൾ കൊണ്ടാണോ ആസ്വദിക്കുന്നത്? പുതിയ കാലത്തെ ആളുകൾ പാട്ട് ആസ്വദിക്കുന്നത് വരികൾ കൊണ്ടാണോ? ഒരിക്കലും അല്ല. അതിന്റെ ഈണം കൊണ്ടാണ് ആസ്വദിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ നിസ്കാരപ്പായ നനഞ്ഞ് കുതിർന്നല്ലോ, നോക്കി നിങ്ങൾ, നിവരാതെ കുമ്പിട്ടൻ കണ്ണ് നിറഞ്ഞല്ലോ, സുബഹിക്ക് മൂളുന്ന പൂവാലൻ പക്ഷിക്ക്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന രചയിതാവ് ഉദ്ദേശിച്ച ആശയം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിഗാനമാണ്. പക്ഷെ ഈ ഭക്തിഗാനത്തെ ഏത് തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? പുതിയ കാലത്തെ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിലേക്ക് നമുക്ക് ഈ പാട്ടിനെ, ഇതിന്റെ സംഗീതത്തെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സാധ്യതയുടെ. അതുകൊണ്ടാണ് പുതിയ കാലത്തെ ആളുകൾ പഴയ കാലത്തെ പാട്ടുകൾ തിരിച്ചും കൂടെ. അതാണ് ഇപ്പോ നമ്മള് പിന്നെ മുഹിദ്ദീമാല ഒന്ന് പുതിയ കാലത്ത് ഇപ്പോ വന്നത് എങ്ങനെ, പച്ചക്കുളം പള്ളി അല്ലെ, പെരുന്നാള് കൂടാനായി, അത് കണ്ടോ? അതായത് നമ്മൾ അള്ളാ തിരുപേരും തൊണ്ടക്ക് സ്ക്രാച്ച് കൊടുത്ത്, അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ കുട്ടികളെ ഹരം കൊള്ളിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ പാട്ട് തെരഞ്ഞെടുത്ത് പാടിക്കൂടെ? എന്നാ കാരണവന്മാരുള്ള ആളുകളുണ്ടെങ്കിൽ ഓല് ചെരുപ്പ് എടുത്ത് എറിയും. അതിന്റെ കാരണം എന്താ? ഈ മുഹിദ്ദീമാലപ്പ നമുക്ക് അങ്ങനെ പാടാൻ പറ്റുമോ? പക്ഷെ പുതിയ കാലത്തെ ആളുകൾക്ക് ആ പാട്ടിന്റെ ആശയത്തിനനുസരിപ്പോ പടപ്പ് പടപ്പോട്ട് അല്ലെ, പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം ഇങ്ങനെ കൊടുത്ത് പാടുന്നതിന് പ്രയാസം. പക്ഷെ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ ആ പഴമ, അതായത് അത് നമ്മൾ സാധാരണഗതിയിൽ തനിമയെ കുറിച്ച് പല ആളുകളും വലിയ വർത്താനം പറയാറുണ്ട്. ഞാൻ ഈ അടുത്ത ഒരാളോട് എന്താണ് ഈ തനിമ കൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പഴയത് എന്നാണ് ഉത്തരം പറയുന്നത്. ഒരിക്കലും തനിമക്ക് പഴയത് എന്നൊരു അർത്ഥമില്ല. തനി എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തമാണ്. ഓരോ ആളുകൾക്കും ഈ പാട്ടിന്റെ ഭാവങ്ങൾ, സംഗീതത്തിന്റെ രാഗങ്ങൾ, അതിന്റെ കൃത്യമായിട്ടുള്ള ഭാവ പ്രകടനങ്ങൾക്കാണ് കൃത്യമായിട്ട് ഓരോ കാലത്തും ഓരോ ആളുകൾക്കും എന്തുണ്ട്, കൃത്യമായ തനിമയുണ്ട്. പഴയ കാലത്ത് ആ പാട്ട് തന്നെയാണ് തനിമ എന്നുള്ള അഭിപ്രായമല്ല. ആ തനിമയെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ ആശയം സംരക്ഷിച്ചുകൊണ്ട് അതിനെ നമ്മൾ പുതുതലമുറയിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ കൃത്യമായ തനിമ അവലംബിക്കുമ്പോൾ അത് കൃത്യമായി അല്ലെ, തനതായിട്ടുള്ള ചില പാട്ടുകളൊക്കെ പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന ചില പാട്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സീനത്ത പാടിയ ചില പാട്ടുകളുണ്ട് അല്ലേ. നമ്മളിപ്പോ ഇപ്പൊ അടുത്തൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ്. ആ പാട്ട് ഇപ്പൊ അടുത്ത ആ പഴയ ഈണത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്, കെസ്സാണത്. ആ കെസ്സിനെ പുതിയ കാലത്ത് ഇന്നിപ്പോ അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ആ പാട്ട് ഏതാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൃത്യമായ ഇതിന്റെ ഒരു തലം എന്ന് പറയുന്നത്. അപ്പോ പഴയതിനെ പുതിയ രൂപത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം
എന്നുള്ളതിനെ കുറിച്ചാണ് പല ആളുകളും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ ഒരു ഒറ്റ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഉമ്മ താരാട്ട് പാടി ഉറക്കുന്ന അല്ലെ, ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് നമ്മൾ പുതിയ കാലത്ത് കുട്ടികൾക്ക് കാർട്ടൂൺ നോക്കി കാക്കേ കാക്കേ, പക്ഷെ ആ കാർട്ടൂൺ എങ്ങനെയാണ്? കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുൺ. കുട്ടികൾക്ക് ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്ത അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഇത് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഈ കുട്ടി ഉറങ്ങുമോ അതല്ലെങ്കിൽ നമ്മളെ കണ്ണുക്ക് നോക്കി നിൽക്കുമോ എന്നുള്ളത് ആലോചിച്ചാൽ മതി. കാരണം കൊടുക്കുന്ന ആശയം എന്താണ്? അപ്പൊ ആ ആശയത്തിന് അനുസൃതമായിട്ടുള്ള സംഗീതത്തിന്റെ ഭാവം എന്ന് പറയുന്ന ഒരു ഘടന അവിടെയുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം. ആ മൂല്യത്തെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുതിയ കാലത്തെ വിപണിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ അഭിപ്രായം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ നഷ്ടപ്പെടുകയല്ല. പുതിയ കാലത്ത് ഇങ്ങനെയുള്ള രീതിയിൽ കൊടുത്തെങ്കിലേ ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ചില ആശയക്കാരുടെ ഭാഗമാണത്. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് ആ പാട്ടിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ സംഗീതത്തിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു പാട്ടിനെ സമീപിക്കാൻ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. റഷീദ് പറഞ്ഞാല് പിന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള പ്രായോഗികമായ ഒരു തലമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പഴയകാല പാട്ടുകൾ മാത്രമാണ് നല്ലത്, പുതിയത് മോശമാണ് എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. അങ്ങനെയൊന്നും അഭിപ്രായം പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ പഴയതെന്ന് പറയുന്നതിൻ്റെ മുമ്പത്തെ ഒരു പഴയകാലമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 70കളിലോ 80കളിലോ വന്ന പാട്ടുകളുടെ ഒരു പഴയ കാലത്തെക്കുറിച്ച് പറയുമ്പം അന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യന് പുതിയ തലമുറയോട് സംസാരിക്കുന്നത് പോലെയാണത്. ഇപ്പോ എന്റെയൊക്കെ കാരണവന്മാർ പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ച കാലം 960, 70 ആയിരുന്നു ഏറ്റവും നല്ല കാലം എന്ന് അവര് പറയും. ഞാൻ എൻ്റെ മക്കളോട് പറയുന്നുണ്ട്, ഞങ്ങളെ കാലമായിരുന്നു, ഞങ്ങളെ കാലത്തായിരുന്നു ഭക്ഷണം, ഞങ്ങളെ കാലത്തായിരുന്നു നല്ല പാട്ട്, നല്ല മനുഷ്യർ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് വർഷം കഴിയും പറയും 2025 അല്ലെ 2026 എന്നൊരു കാലമായിരുന്നു ഏറ്റവും നല്ലതെന്ന് പറയും. അതുകൊണ്ട് ഈ പുതിയ പ്രവണതകളെ, പുതിയ സാധ്യതകളെ നമ്മൾ നിരാകരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താ ചോദിച്ചാൽ ഇതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ വിപണന സാധ്യത ഒക്കെ ശരി തന്നെ, ഇത് ഏത് കാലത്തും ഉണ്ട്. ഇപ്പോ മത്തി പിന്നെ മുറിച്ചുകൂടെ ചേമ്പ് കിളക്കാൻ പോയി കൂടെ എന്നുള്ള പാട്ടുകളൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊക്കെ സ്റ്റേജിലെ ഒരു പെർഫോമൻസിന്റെ വഴിയിലൊക്കെ ആളുകൾ ഇങ്ങനെ പാടും, ചില തമാശ പാട്ടുകളൊക്കെ പാടും. പക്ഷെ ഈ വിഷ്വൽ മീഡിയ വന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയൊരു പിന്നെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. പക്ഷെ അതിൻ്റെ ഇടയിലും ഇതൊക്കെ പറയുമ്പോഴും നല്ല സൂചനകളൊക്കെ ഉണ്ട്. ഞാൻ ആ കാര്യത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇപ്പൊ പാട്ട് ഇങ്ങനെ വരുന്നു, വലിയ ആശ. ഞാന് ഒരു കാര്യം, തമാശയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അശ്ലീലമാണെങ്കിൽ പോലും അതിലൊരു കാര്യം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വൃത്തികേടിന് ഒരു വൃത്തി വേണമെന്നുള്ളതാണ് എന്നെ നയിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഈ പഴയ കാലത്തെ ഈ തമാശ പാട്ടുകൾ, പുതിയ കാലത്തെ തമാശ പാട്ടുകളൊക്കെ ഇതിനൊരു പുതിയ കാലം എന്ന് പറയുന്നില്ല, ചില ആളുകൾ എഴുതുന്ന തമാശ പാട്ടുകൾ. ഇപ്പോ നമ്മളെ ഇപ്പോ പുതിയ പാട്ടുകാരെ കുറിച്ചൊക്കെ അറിയുമ്പോൾ ചില പദങ്ങൾ, ഈ പദങ്ങൾ മാത്രമാണോ അല്ലെ ശബ്ദമാണോ ഒരേ സ്റ്റൈലാണോ ജനങ്ങളെ? എൻ്റെ ഒരു അനുഭവത്തിൽ കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തെ ഈ വിഷ്വൽ മീഡിയയിൽ വരുന്ന പാട്ടുകൾ ഗൗരവമായ രചനയല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഉണ്ടായിരിക്കാം അല്ലാത്ത പാട്ടുകൾ, കുറെ ശബ്ദങ്ങൾ മാത്രമായതുകൊണ്ടൊന്നും പാട്ടാവില്ല. അതൊരു താളത്തിൽ കുറെ കാലത്തത് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇപ്പൊ ഇപ്പൊ റഷീദ് ഇവിടെ ഇപ്പൊ നിസ്കാരപ്പായ നനഞ്ഞു കുതിർന്നല്ലോ എന്നുള്ള പാട്ടിലൊക്കെ ചില മനോഹര PT അബ്രഹിം വെച്ച വരികളുടെ ഇപ്പൊ മൊത്തത്തിലായുസ്വരൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാതി കഴിയുന്നു, ബാക്കി പകുതിയിൽ എന്തെല്ലാം ചെയ്യണം, ഹക്കീമൊരുവൻ നീ എന്നെ തുണക്കണം. അതിൽ മറ്റൊരു വരിയുണ്ട്, ളുൽമിന്റെ ചീത്ത
പഴമാണീ ലോകത്ത്, ഇൽമിന്റെ ഈത്തപ്പഴമാണൻ ഹാജത്ത്, അത് നീ എനിക്ക് തരണം പടച്ചോനെ. ഇതൊക്കെ യോജിച്ച ഈണമായതുകൊണ്ടാണ് ആളുകൾ ഏറ്റെടുത്തത്. ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ വരികൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ പ്രാസ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എത്ര മനോഹരമായ ഒരു ക്രാഫ്റ്റാണ് നമ്മുടെ മുമ്പിൽ PT അബ്ദുറഹിമാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പലരെല്ലാം ഇതുവഴി വന്നു പോയി, പകലിരവുകൾ മാറി എന്തുണ്ടായി, കാര്യങ്ങൾ പഠിപ്പിച്ചോരെല്ലാം പോയി, കാരക്കത്തൈകൾക്ക് വളങ്ങളായി. ആരുടെ ശാശ്വതമായി നിന്നവരല്ല എന്ന് 4 വരികളിലൂടെ ബോധ്യപ്പെടുത്തുന്ന PT വരികളാണ്. ചില ഭക്തിഗാനങ്ങളൊക്കെ അങ്ങനെയുണ്ട് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ പ്രവാചക പ്രകീർത്തന ഗാനത്തിന്റെ വഴിയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാട്ടാണ് കാനേഷ് മുനൂരിന്റെ പാട്ട്. ഇപ്പോൾ ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോൽക്കും താഹതന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ഇദ്ദേഹം എഴുതിയിട്ട് മൂസക്ക പാടുമ്പം എത്ര സദസ്സ്, എത്ര ആലോചനകളാണ് ഈ പാട്ടിന്, ഇത്ര അതിൻ്റെ മാതൃകയിൽ വന്ന പാട്ടുകളാണ് പിന്നീട് ഇറങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചില പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ഇപ്പോൾ വിപണിയുടെ ഒന്ന് പറഞ്ഞു, ഒരു മേമ്പൊടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ബിരിയാണിയിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ടേസ്റ്റ് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഗിമ്മിക്ക് ചെയ്യും. അതല്ലല്ലോ ബിരിയാണി ടേസ്റ്റ് കൂട്ടുന്ന നമ്മൾ ചെന്ന ചെറിയ സാധനമല്ല. പക്ഷേ ഇത് വേറെ തന്നെ കിടക്കുകയാണ്. പക്ഷെ അത് ബിരിയാണി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ ചേർത്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ആളുകൾ തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരു വിപണിയുടെ സാധ്യത എത്രത്തോളാന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ മലയാളത്തിലെ കാര്യമാണ് പറയുന്നത്. ഈ ചലച്ചിത്ര ഗാനം എടുത്താലും നമ്മുടെ ഇതേപോലെയുള്ള ഫോക്ക് വിഭാഗത്തിൽപ്പെട്ട പാട്ട് എടുത്താലും ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട പാട്ട് മാപ്പിളപ്പാട്ടായിരിക്കും. ഞാൻ അവകാശപ്പെടില്ല. ചിലപ്പോൾ നിങ്ങൾ ഇപ്പം യൂട്യൂബിലെ വ്യൂവേഴ്സ് അൽബി ഈ വ്യൂവേഴ്സിനെ നോക്കിയിട്ട് പാട്ടുണ്ടാക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട. എൻ്റെ ഒരു സുഹൃത്ത് വളരെ മനോഹരമായ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ മനോഹരമായ കവിതയിൽ എഴുതി. അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, കേരളത്തിലെ പ്രഗത്ഭരായ 2 ചലച്ചിത്ര പിന്നണി ഗായകരെ കൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് പാട്ട് പാടിച്ചു, ഷൂട്ട് ചെയ്ത് പുറത്തിറക്കിയിട്ട് ഇപ്പോഴും അത് 25,000-ലും അധികം ആളുകൾ 10 വർഷമായിട്ടും കണ്ടിട്ടില്ല. ഇത് 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു പാട്ട്. എന്നാൽ അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ റൂമിൽ ഷൂട്ട് ചെയ്തിട്ട് 2 പെൺകുട്ടികൾ പാടിയിട്ട് ഐസ ഖദീസാന്നോ അല്ലെങ്കിൽ അയൽ വീട്ടിലെ പാത്തുമ്മാന്നോ എഴുതിയ ഒരു പാട്ട് ഒരാഴ്ച കൊണ്ട് അത് 3 ലക്ഷം പേര് കണ്ടു എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യര് ഈ കാഴ്ചയുടെ ഒരു പ്രശ്നം വെച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ഇതൊരു മറുവശമുണ്ട്. അത് മാത്രമാണ്, അങ്ങനെയുള്ള ഉണ്ടാവാം, ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ വന്ന പാട്ടുകളും അല്ലാത്ത പാട്ടുകളും ശ്രദ്ധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു, മാണിക്യാമലരായ പൂവി എന്ന പാട്ട് 110 മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ട്. 110 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞാൽ 11 കോടി മനുഷ്യരാണ്. മലയാളികൾ 3.5 കോടി ആളുകളെ ഉള്ളൂ. അതിൽ തന്നെ മാപ്പിളപ്പാട്ട് കേൾക്കുന്നവരെത്ര നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ആളുകൾ ആസ്വദിക്കുന്നില്ലേ? അതൊന്നും മോശമായ പാട്ടാണ് നമുക്ക് പറയാൻ പറ്റൂല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒരു കല്യാണപ്പാട്ട് 2 ചാനലുകളായിട്ട് 6-7 കോടി മനുഷ്യർ കാണുകയാണ്. അങ്ങനെയുള്ള ഒരു ഈണത്തിന്റെ, ഇമ്പത്തിന്റെ, ഒരു താളത്തിന്റെ ലോകത്ത് പാട്ടുകളെ വിന്യസിച്ച ഒരു സമൂഹമാണ് നമ്മൾ. അതിനപ്പുറമുള്ള ഒരു തലം വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ എന്താണ് തനിമ? റഷീദ് പറഞ്ഞ ശരിയാണ്, അത് പഴമയൊന്നുമല്ല. പക്ഷെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു പാട്ട്, ഇപ്പോൾ ഇവിടെ മത്സര പാട്ടുകളൊക്കെ ആയിട്ട് വരുന്ന പാട്ടുകളുണ്ട്. നമ്മുടെ ഈ മത്സരപ്പാട്ടുകളൊക്കെ, അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് ചർച്ച പോയത് റഷീദ് വാളെടുക്കണ്ട ആ വിഷയത്തിൽ. കാരണം അത് ഞാനും നോക്കിയാലും തീരൂല. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അതൊക്കെ അഭിനയിക്കുന്ന പ്രശ്നം ഈണവും അതിൻ്റെ ഒരു വശ്യതയുമാണ്, ഒരു ഇമ്പമാണ്. അതുണ്ടാവുന്നില്ലെങ്കിൽ നമുക്കത് എന്തോ ഒരു കുറവുണ്ട് എന്ന്. അവന് സംഗീതത്തെക്കുറിച്ച് പഠിച്ച ആളൊന്നുമല്ല, അല്ലാത്തവരും ഞാൻ നിങ്ങളൊക്കെ പറയും. എന്നോടൊപ്പം ചോദിച്ചാൽ എന്താണ് മാപ്പിളപ്പാട്ടിൻ്റെ ഈണം ചോദിച്ചാൽ എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മൾ പറയും. അത് വിശദീകരിച്ച് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ പഴമയെ നിരാകരിച്ചുകൊണ്ടല്ല പുതിയതുണ്ടാക്കേണ്ടത്. പക്ഷേ പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധം ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ ഉണ്ടോ സഖി ഒരു കുല മുന്തിരി എന്ന പാട്ട് 977 അമീത് ഷർവാനി പാടിയത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ പാടിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടില്ലേ?
ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല ആ വിഷയത്തിൽ. പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധം അതിനൊരു മോശമായ മ്യൂസിക് ഇല്ല, ഓർക്കസ്ട്രേഷൻ ഇല്ല. പക്ഷെ മനോഹരമായിട്ട് പാടി ഒരു ആളുകൾ കേട്ടു. ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ വിപണിയുടെ പേരിൽ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഞാൻ പറഞ്ഞല്ലോ 4-5 വർഷം കഴിഞ്ഞപ്പോൾ ചില പാട്ടുകളുടെ ആയുസ് എത്രയാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഇമ്പുണ്ടാവും. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പാട്ട് കയറും. ചില പാട്ടുകളുടെ കാര്യം പറഞ്ഞു, ഒരു 15ാമത്തെ മിനിറ്റിൽ ആ പാട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്യും, മനസ്സിൽ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷത്തെ രാജാക്കന്മാർ ഈ വർഷം രാജാക്കന്മാരാവാത്തത്. ഇപ്പോൾ 12 ലക്ഷം 13 ലക്ഷം വാങ്ങുന്ന റോഡ് ബ്ലോക്ക് ആക്കുന്ന കലാകാരന്മാരൊക്കെ ഉണ്ട്. ഒരു കലാകാരൻ വന്നാൽ റോഡൊക്കെ ബ്ലോക്ക് ആവുകയാണ്. ഏത് വലിയ വലിയ പട്ടണങ്ങൾ, മെട്രോപൊളിറ്റൻ സിറ്റികൾ പോലും ബ്ലോക്ക് ആവുന്ന കലാകാരന്മാർ ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവര് നല്ല ഒരു ക്രിയേറ്റിവിറ്റിയായ ഒരു സംഗതി ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ അവരെ കാലം ഓർക്കും. നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് മോയിൻകുട്ടി വൈദ്യർ ഇതുകൊണ്ടൊന്നും സമ്പാദിച്ച ആളല്ല. മോയിൻകുട്ടി വൈദ്യർ ഒരു സാമ്പത്തിക പ്രയാസമുള്ള ആളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അദ്ദേഹത്തിന്റെ പാട്ടിലൊക്കെ കടത്തുനിന്ന് രക്ഷപ്പെടുത്തലേ എന്നുള്ള പ്രാർത്ഥനകളുണ്ട്. അദ്ദേഹത്തിന്റെ അത് വ്യാഖ്യാനിതമാണ്. അദ്ദേഹത്തിന്റെ പാട്ട് വെച്ച് നമ്മളൊക്കെ എത്ര പണം ഉണ്ടാക്കി. ഇപ്പൊ ഇവിടെ ഒരു മത്സര പാട്ടിൽ ഏതോ ഒരു കുട്ടി പങ്കെടുത്താൽ മതി, എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ആണ്. പിന്നെ ഇവർ മാർക്കറ്റ് ചെയ്യണം. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയമൊന്നുമില്ല. രചയിതാക്കളെ കൊണ്ടാണ് മനുഷ്യന്മാർ കുടുങ്ങിയത്, പരിശീലകരെ കൊണ്ടല്ല. എൻ്റെ പാട്ട് പാടിയത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അപകടത്തിൽപ്പെട്ട ഒരാളുടെ പാട്ട് ഒരാൾ പോസ്റ്റ് ചെയ്ത് കണ്ടു. അപകടത്തെ പാട്ട് മയ്യത്ത് കിട്ടുന്നതിന് മുമ്പ് ഇത് പോസ്റ്റ് ചെയ്യണം, എൻ്റെ പാട്ടാണ് പാടിയതെന്ന് പറഞ്ഞു. ഇതിങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാലം. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് പാട്ട് മരിച്ചു എന്ന് കണ്ട അപ്പം പോസ്റ്റ് ചെയ്യണം. അതിൻ്റെ മുമ്പ് എഴുതി വെക്കുകയാണ്. പണ്ട് ഏതൊരു കഥയിൽ വായിച്ചിട്ടുണ്ട്, ഒരു പത്രപ്രവർത്തകന് അദ്ദേഹത്തിന്റെ മരണത്തെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ എഴുതി വെച്ച അനുഭവം പിന്നീട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിപണിയാണ് നമുക്ക് അറപ്പ് തോന്നുന്നത്, വെറുപ്പല്ല. അത് പലപ്പോഴും നമുക്ക് അറപ്പായി മാറുന്നുണ്ട്. അതിൻ്റെ ഇടയിലും നല്ല പാട്ടുകൾ കൊടുത്താൽ മനുഷ്യർ കേൾക്കും എന്നതിന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു പുതിയ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഈ സൂഫി ഗാനങ്ങളുടെ ഒരു ട്രെൻഡുണ്ട്. സൂഫി ഗാനങ്ങളുടെ ട്രെൻഡ് ഈ സൂഫി ജീവിതവുമായിട്ടോ സൂഫി പാട്ടുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പലരും ആസ്വദിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. ഞാനൊരു സൂഫി ഗാനം കേൾക്കാൻ പോയിട്ടില്ലെങ്കിൽ എന്തോ ഒരു മോശക്കാരനാന്ന് തോന്നിയിട്ട് ചില ആളുകൾ ഇപ്പൊ സൂഫി ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് അഭിനയിക്കുന്ന ഒരു കാലമാണ്. എല്ലാരെ പറ്റിയല്ല പറഞ്ഞത്. നിങ്ങളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ സൂഫി ഗാനക്കാരൻ കുറ്റം പറഞ്ഞ് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞത് കുറച്ചാളുകൾ അങ്ങനെയും ഉണ്ട്. ഇവർക്ക് സൂഫി ജീവിതം എന്താണെന്നോ സൂഫി എന്താണെന്നോ സൂഫിസം എന്താണെന്നോ അറിയാതെ കുറെ ഞാനും ഇങ്ങനെ താളം പിടിക്കും. അപ്പൊ അല്ലെങ്കിൽ ഞാൻ എന്തോ അടുത്തുള്ള താളം പിടിക്കുകയാണല്ലോ, ഓൻ ചിലപ്പം മനസ്സിലായിട്ടായിരിക്കും താളം പിടിക്കുന്നത്. ഇയാൾക്ക് അവർ ഞാനായിട്ട് മോശമാക്കേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഇതിനെ കാണുന്ന ആളുകളുണ്ട്. പക്ഷേ അല്ലാത്ത രീതിയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രവണത, പാട്ടിന്റെ ഏറ്റവും മൗലികമായ ഏറ്റവും അടിസ്ഥാനപരമായ ഉദ്ദേശം കവി പറയുന്നത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വരികൾ സൂഫി ഗാനങ്ങളുടെ ശാഖയിൽ മലയാളി ഇപ്പോഴും സ്വീകരിക്കുന്നില്ലേ എന്നുള്ളതാണ്. പഴയതിനേക്കാൾ സജീവമായിട്ട് ഞാൻ ചില പാട്ടിന്റെ വരികളിപ്പോ ആനയെ തളക്കാൻ കരുത്തുണ്ടെന്നാലും അനയെ തളക്കാഞ്ഞാൽ കാര്യമുണ്ടോ. ഞാൻ അടുത്ത കാലത്ത് കേട്ട ഒരു സൂഫി വരിയാണ്. എത്ര മനോഹരമായി നമ്മളെ പിടിച്ചു നിർത്തുന്ന വരികളല്ലേ. ഇത് വരികൾ കണ്ടിട്ടുണ്ടല്ലേ ആളുകൾ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ ആ പാടുന്ന ആളെ കണ്ടിട്ടൊന്നുമല്ല. അത്ര വലിയ പാട്ടുകാരൊന്നും അല്ലാതെ പാടിയത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലേ കാണിക്കുവാൻ ചെയ്യും കാര്യങ്ങൾക്കൊന്നിലും കാര്യങ്ങളില്ലെന്നത് ഓർമ്മയുണ്ടോ. ഈ 2 വരിയിൽ എത്ര കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. ഇപ്പോ പഴയ കാലത്ത് ഇങ്ങനെ ചില വരികളൊക്കെ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് ഞാൻ കണ്ടില്ല. പക്ഷെ ഈ സൂഫി ഗാനങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നത്, സൂഫി ഗാനങ്ങൾ ഒരു പ്രത്യേക വിഭാഗമായി ഞാൻ പറയുന്നില്ല, മാപ്പിളപ്പാട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന പാട്ടുകളായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന സൂഫി ഗാനങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് അതിന്റെ വരികളുടെ വിശുദ്ധി കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പണ്ടൊക്കെ കേസറ്റൊക്കെ ഇറക്കുകയാകുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലും തമാശ പാട്ടൊക്കെ വേണം. പക്ഷെ ആ തമാശയിൽ ഒരു മുമ്പ് ഞാൻ ഈ മക്കളുടെ തന്തക്ക് മധുര പനഞ്ചക്കര 3 തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര എന്ന് പറയുമ്പോൾ അത് പാടണമെന്നില്ല. അത് പറയുമ്പോൾ തന്നെ അതിലൊരു തമാശയുണ്ട്. അത് പറയുമ്പോൾ തന്നെ അങ്ങനെ എഴുതാനുള്ള കഴിവുള്ള തമാശ എഴുതുമ്പോഴും അതിലൊരു നർമ്മം കലർത്തി ആക്ഷേപഹാസ്യത്തിൽ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് അക്കാലത്ത് ആളുകൾക്കുണ്ടായിരുന്നു.
ഇപ്പോ നമ്മളൊരു പാട്ട് പാടിയാൽ ശബ്ദം മാത്രമാണ്. ഇത് താരാട്ടാണോ ഇതിന്റെ ഉദ്ദേശം, ഹാസ്യമാണോ, തമാശക്കൊരു കുഴപ്പമുണ്ട്. അത് അല്ലാതെ ഗൗരവമായ കാര്യത്തെക്കാളും ബുദ്ധിമുട്ടാ. ആളുകളെ ചിരിപ്പിക്കാൻ വലിയ പാടാ, കരയിപ്പിക്കാൻ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു 10 പോയത്തക്കാരെങ്കിലും കരയും. ഞാൻ ഈ പറയുന്ന എനിക്ക് ആത്മാർത്ഥമില്ലെങ്കിലും നിങ്ങൾക്കത് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും, ആളുകൾക്ക് സാധിക്കും. എന്നാൽ ഒരാളെ ചിരിക്കാൻ കഴിയില്ല എന്നൊരാൾ വിചാരിച്ചാൽ ഓനെ ചിരിപ്പിക്കാൻ വലിയ പാടാ. അതിനെക്കുറിച്ച് പണിയുണ്ട്. അത് ഈ മിമിക്രി കലയൊക്കെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ചിരി വരില്ല. എനിക്ക് പല തമാശ പാട്ടുകളും കാണുമ്പോൾ ശരിക്കും കരച്ചിൽ വരാറുണ്ട് ഇപ്പോൾ. കാരണം അങ്ങനെ ഒരു മേമ്പൊടിക്ക് വേണ്ടി അത്തരം പാട്ടുകൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ ഐസ ഖദീജ ബാത്തുമ്മ ഖദീജുമ്മ എന്നൊക്കെ പാട്ട് ആരും എഴുതിയൊന്നുമല്ല, അത് പണ്ട് കാലത്തെ ഉള്ള പാട്ടുകളാണ്, അല്ലേ? നിങ്ങൾ അഷറഫ് മോനെ ചായ കൂടി, ചായന്റെ ഒപ്പം വീടി വരി, ഇതൊന്നും ഉണ്ടായ കാര്യമൊന്നുമല്ല. പക്ഷെ അത് ശബ്ദം മാത്രമാണ്. അത് ശബ്ദമായിട്ടേ അത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന് ഗൗരവമായ രീതിയിൽ ഞങ്ങൾ എഴുതിയാന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെയൊക്കെ നാടൻ പാട്ടുകളുടെ മേഖല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അത്തരം പാട്ടുകളെ കുറിച്ചല്ല. വെറുതെ ഒരു അർത്ഥമില്ലാത്ത വരികൾ കൂട്ടിയിണക്കിയിട്ട് ശബ്ദകോശവും അല്ലെങ്കിൽ അതിന്റെ പ്രകമ്പനവും ഇതാണ് പാട്ട് എന്ന് പറയുന്നതിലിപ്പം അതുകൊണ്ട് അവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ അഭിമുഖീകരിക്കാൻ വലിയ പ്രശ്നമാണ് ഈ പാട്ടുകാർ ഒരു വർഷം കഴിഞ്ഞ് അനുഭവിക്കുന്നത്. പിന്നെ അവർ ചിത്രത്തിലുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഈ സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണമെങ്കിൽ അതിൻ്റെ ഇടയിലും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കഴിവുള്ള കലാകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഞാൻ റഷീദ് ഇവിടെ എത്തിക്കൊണ്ട് അവനെ സൂപ്പിടാൻ പറയുമൊന്നുമല്ല. കാരണം പിന്നെ റഷീദിന് എന്നെക്കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടോ, എനിക്ക് എന്താ പറയുക, എന്നെക്കൊണ്ട് റഷീദിന് ഉണ്ടായിട്ടോ അല്ല. റഷീദൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനമുണ്ട്. ഈ മാഷ് പോലെയുള്ള പാട്ടുകളൊക്കെ പുറത്തുവരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റഷീദ് ഉബൈദ് മാഷിന്റെ ഇപ്പോ എന്താ പറയാ, ദുനിയാവിതെന്ത് പുതുമപ്പാറമ്പാണ് ആലമുടയോനെ ഇതിലെ ദോഷഗുണങ്ങൾ തൻ സിറും ഹഖീഖത്തും ആരാരറിവാനേ. എത്ര മനോഹരമായിട്ടാണ് ഉബൈദ് മാഷ വരിയൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചു. മനുജൻ തൊലിപ്പാടിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേ ഹക്കല്ല മുഴുതും, മാറിൽ കറുപ്പിൽ കറുപ്പോ വെളുപ്പിൽ വെളുപ്പോ സ്ഥിരമല്ല. ഇതൊക്കെ തനതൊറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേ ഹക്കല്ല. ഇങ്ങനെയുള്ള ദാർശനിക തലത്തിൽ എഴുതപ്പെട്ട പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. അത് പുതിയ കാലത്തും പുതിയ ആ സാധ്യതകളെ പുതിയ കാലത്തെ പഴയതിങ്ങനെ പാടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ തരത്തിലുള്ള സമീപനം അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് നാളെ ഒരു 10-25 വർഷം കാലം കഴിഞ്ഞ് നമ്മുടെ ഇടയിലൊക്കെ പുതിയ ആളുകൾ ഇതേപോലെ സംസാരിക്കാൻ അവർക്ക് മാറ്റർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പറ്റിയൊക്കെ അവർ ആലോചിക്കുള്ളൂ, ഈ കാലത്തെ പറ്റി ആലോചിക്കുള്ളൂ, ഈ പ്രതിഭകളെ പറ്റി ആലോചിക്കുള്ളൂ. അതുകൊണ്ട് നിലനിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആസ്വാദകരും എഴുത്തുകാരും ഗായകരും ഒക്കെ ചെയ്യേണ്ടത് അറിയാതെ ഈ മേഖലയിൽ ഗൗരവമായ സമീപനം എടുത്ത ആളുകളെ അറിയാതെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പച്ച മനുഷ്യനായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. അവരറിയാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കാലത്ത് അവരുടെ മനസ്സിന് പടച്ചവൻ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അവർ അക്കാലത്ത് ചെയ്തത്. സ്ത്രീധനത്തിനെതിരെയുള്ള പാട്ടുകളൊക്കെ അപ്പോ ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിനെന്നെ കരകേറ്റിത്തരണം പടച്ചോനെ, എൻ്റെ കരളിൽ കാനിയായ പൂമോളെ കെട്ടിക്കാൻ വഴി കാണുന്നില്ല റഹ്മാനെ. പഴയകാലത്ത് ആഘോഷിക്കപ്പെട്ടൊരു പാട്ടാണ്. അത് അക്കാലത്തേക്കാൾ ചിലപ്പോ പിന്നീട് വന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ ചർച്ചയാവുന്നത്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കുക എന്ന് PT 980കളിലാണ് എഴുതിയത്. എനിക്ക് തോന്നുന്നു ഈ കാലത്താണ് ഇതിന്റെ സന്ദേശം. മാതാവില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല വിളിയില്ല കളിയുമില്ല, ഒപ്പനയില്ല കൈമുട്ടില്ല ചിരിയുമില്ല, കൽബിന്റെ മുട്ടും തട്ടും അല്ലാതെയില്ല എന്ന്
കല്യാണാഘോഷത്തിലെ പെരുമയിലൂടെ ആഘോഷിക്കുന്ന തലമുറയോട് 1960-കളിൽ 50-കളിൽ PM കാസിൻക കോഴിക്കോട്ട് വെച്ച് ഇങ്ങനെ ഒരു പാട്ട് എഴുതുമ്പോൾ ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാലം വരുമെന്ന്. അതറിയാതെ പ്രതിഭകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സന്ദേശങ്ങളാണ്. ആ തരത്തിലുള്ള ഒരു സൂക്ഷ്മത, ഒരു പരിശുദ്ധി എന്ന് പറയുന്നത് ഇതിനൊക്കെ ഞാൻ വിചാരിക്കുന്ന പരിശുദ്ധി അല്ല, റഷീദ് വിചാരിക്കുന്ന പരിശുദ്ധി അല്ലെ നിങ്ങൾ വിചാരിക്കുന്ന പരിശുദ്ധി. ഒരു സൂക്ഷ്മത, ഒരു താളത്തിന്റെയും സംഗീതത്തിന്റെയും ഒരു വിശുദ്ധി എന്ന് പറയുന്നത് നിലനിൽക്കാവുന്ന തരത്തിലുള്ള എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളാണ്. നിലനിൽക്കാനുള്ള തരത്തിലുള്ള ചേരുവകൾ ഇതിലുണ്ടാവുക എന്നുള്ളതാണ്. ആ തരത്തിലൊരു സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ ഒന്നും നമുക്ക് ആരും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ തരത്തിൽ ഞാനിതിനെ പോസിറ്റീവായി കാണുന്ന ആളാണ്. ഏത് പ്രകമ്പനങ്ങൾ ഉണ്ടായാലും, ഏത് തരത്തിലുള്ള വേറെ തരത്തിലുള്ള ശബ്ദവും ഒച്ചപ്പാടും ആഘോഷിക്കപ്പെട്ടാലും ഗൗരവമായി സമീപിച്ചതിന് ഒരു കാലത്തിനും അതിന് നേരെ മുഖം തിരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു സൈഡ് ലൈൻ ചെയ്യാൻ, അതിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ചരിത്രം നമ്മെ ബോധിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധം പഴമയെ സൂക്ഷിച്ചുകൊണ്ട്, പാരമ്പര്യത്തെ പുണർന്നുകൊണ്ട്, ഞാൻ അപ്പോഴും പറഞ്ഞു ഈണത്തിലൊക്കെ പരീക്ഷണങ്ങളൊക്കെ ആവാം. ഈ നമ്മുടെ ബദറുൽ ഹുദാ യാസീൻ എന്ന പാട്ട്, ബദറുൽ ഹുദാ യാസീൻ നബി ഖറജായ നേരം ബളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയത് വർണ്ണമതാം പിൻരണ്ടും അസുപതുമാമേ. പഴയ ആളുകളൊക്കെ ഇതിന്റെ അനുപല്ലവി മാറ്റി പാടിയിട്ടൊന്നുമില്ല. സതത കൂടൈകോൾ പൊങ്കും, ഇതൊക്കെ പിന്നീടുണ്ടായ ക്രിയേഷൻസ് ആണ്. പക്ഷെ അപ്പോഴും ഇതിന്റെ ഒരു പാരമ്പര്യത്തെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ തരത്തിൽ മാപ്പിളപ്പാട്ടിനെ മാപ്പിളപ്പാട്ടായി നമ്മൾ തിരിച്ചറിയുന്ന ചേരുവകളാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചറിയുന്ന ഒരു ഈണവും ഒരു ഇമ്പവും അത് പുതിയ കാലത്തെ ട്രെൻഡിനനുസരിച്ച് കൊണ്ട് തന്നെ മാറ്റാവുന്നതാണ്. അപ്പോഴും ആ നമ്മുടെ മനസ്സിനെ തൊടുന്ന ഒരു ഇമ്പവും ഈണവും അതിനുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ തരത്തിൽ നമ്മുടെ വിപണിയുടെ സാധ്യതകൾ ഇന്നും നിലനിൽക്കും, എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയായോ? സംഘാടകരൊന്നും കാണുന്നില്ല. ആയോ? ആ, ഇനി എന്തോ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ട്രഡീഷണൽ പാട്ടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇവിടെ തീരുമാനിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പുതിയ കാലത്ത് എഴുതേണ്ടതുണ്ടോ, ഭക്തിഗാനവും ട്രഡീഷണലും വ്യത്യാസം, അത്തരം ചോദ്യങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് ചോദിച്ചിട്ട് ഉത്തരങ്ങളൊക്കെ ഞങ്ങൾ വേണേൽ പറയും, പക്ഷെ അതുകൊണ്ടും തീരുമാനമാവില്ല. ആരോടാണെന്ന് പറയണേ? സാറോട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ പഴയകാല പാട്ടുകളും പുതിയ കാല പാട്ടുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു. അതുപോലെ ഉൾക്കൊള്ളാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. പക്ഷേ പാട്ടിൻ്റെ സ്ട്രക്ചറുകളിലൊക്കെ ഇപ്പോൾ അനുചരണങ്ങളും ചരണങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്ന് ചെറിയ പാട്ടുകളായി അതിൽ കൂടുതലും മറ്റുള്ള ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനോട് സാറ് ഒരു സമീപനം എന്താണ്? ഞാനതിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഒരു പാട്ട് ഒരുപാട് നീളുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ചില ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു സ്റ്റാൻസിലൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. അത് വലിയ കഴിവുള്ള ആളുകളാണ്, അവർക്കത് സാധിക്കുള്ളൂ. അത് ഒരുപാട് ലെങ്ത്തുള്ള കാര്യങ്ങൾ ആണെന്നൊന്നുമില്ല. ഇപ്പോൾ ചരണവും അനുചരണവും ഒക്കെ അതൊക്കെ പണ്ടുണ്ടാക്കിയ ഒരു 3.5 മിനിറ്റ് തലത്തേക്ക് ഗ്രാമഫോൺ റെക്കോർഡിന് വേണ്ടിയൊക്കെ പാട്ടിന്റെ ഒരു സമയത്തിന്റെ അളവാക്കാലത്ത് അങ്ങനെയാണ് ഇത് വരുന്നത്. ചലച്ചിത്ര ഗാനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് മാപ്പിളപ്പാട്ടുണ്ടായി. നമ്മുടെ പഴയ കാലത്തെ ആൾക്ക് ഇങ്ങനെ ഈ സമയവും ക്രമമൊന്നുമില്ലല്ലോ. ബദറിലെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് എത്ര സ്റ്റാൻസുകളാണ്. അതൊന്നും പാടി അവതരിപ്പിക്കാനൊന്നും കഴിയില്ല, ഒറ്റയടിക്ക് ഒരു പാട്ടും. അപ്പോൾ അതൊക്കെ ആ തലത്തിൽ, അതായത് നിങ്ങൾ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണ് അത്. ഈ 1-2 ആശയങ്ങൾ പറഞ്ഞിട്ട് ശബ്ദകോശ കോലാഹലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു 10, 25, 30 കൊല്ലം കഴിഞ്ഞാൽ നമ്മളത് സൂക്ഷിക്കുവോ, കാണുവോ, അല്ലെ കേൾക്കുവോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ
പാട്ട് അങ്ങനെ ശബ്ദകോശത്തിൽ കേൾക്കേണ്ടതാണോ? ആശയപരമായിട്ട് അതിനെ ഇപ്പൊ നമ്മളെ അറിയാതെ നമ്മുടെ ചില പാട്ടുകൾ നമ്മളെ സ്വാധീനിക്കും. ചില വരികളൊക്കെ ഞാൻ ഈ നേരത്തെ ഇവിടെ 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു എന്ന പ്രവാചക പ്രകീർത്തന ഗാനം ഒരിക്കലും കോഴിക്കോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു പ്രവാചക പ്രകീർത്തന ഗാനങ്ങളെ കുറിച്ചുള്ള ഒരു പ്രസംഗം, ഞാൻ അത് കുറച്ച് ജൂനിയറാണ് ആ കാലത്ത്, ഞാൻ ആർക്കും പകരമായിട്ട് പ്രസംഗിച്ചപ്പോൾ ഈ പാട്ട് ഈ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ അക്കാലത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പൊ ഈ 1.5 മണിക്കൂർ ഒപ്പിക്കുകയാണെങ്കിൽ ഒരു പാട്ടുമ്പോൾ തന്നെ നമ്മൾ അരമണിക്കൂർ ഇങ്ങനെ കളിക്കും, അതിങ്ങനെ വിശദീകരിക്കും. ഞാനങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പാടിയപ്പോൾ വളരെ പ്രായമുള്ള ഒരാൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെയുള്ള ഒരു പ്രവാചക പ്രകീർത്തനത്തിന്റെ ഒരു കവിത കേട്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ രംഗം ഓർക്കുന്നുണ്ട്. ഒരു സാധുവായ മനുഷ്യനാണ് അദ്ദേഹം, കവിതകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് എഴുതിയ ആള് ഞാനൊന്നുമല്ല. അപ്പൊ ഞാനതോടെ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഞാനിപ്പോ ഒരു ഓർക്കസ്ട്രയിലാണ് അത് പാടുന്നതെങ്കിൽ ഇത് മനസ്സിലാവും എത്രത്തോളം എന്നുള്ളതാണ്. ആ ഓർക്കസ്ട്രയിലൊക്കെ വരുമ്പോൾ നമ്മൾ വേറൊരു ലോകമാണ്. അപ്പൊ അവിടെ അല്ല, അപ്പൊ നമ്മൾ ചില ഇപ്പൊ ഗസലുകളൊക്കെ ആളുകൾ അർത്ഥം പറഞ്ഞു ഉൾക്കൊള്ളുന്നത് ഇതിന്റെയൊക്കെ ഒരു പ്രകമ്പനം ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ ഒരു സോഫ്റ്റ് മ്യൂസിക്കാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ആശയം എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് കേൾക്കുന്ന ഒരു അവസ്ഥയിലുള്ള പാട്ടുകളാവണം. അല്ലാത്തത് ഈ ശബ്ദകോശം അത് രണ്ടാണ്. ഇപ്പോ നമ്മുടെ ഈ കുട്ടികൾ, ഇപ്പൊ ഞാൻ എരഞ്ഞോളി മൂസക്ക പണ്ട് ഈ ഒരു ശബ്ദകോശത്തിന്റെ ഒരു വലിയ ഒരു പാട്ടുകൾ ഇങ്ങനെ പാടുന്നതിനിടക്ക് കെട്ടുകൾ 3 കെട്ടി എന്നൊരു പാട്ട് പാടി സദസ് പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി. അപ്പൊ അതിനെ അങ്ങനെ സൈലന്റ് ആക്കാൻ ഈ കല്യാണ പാട്ടുകളുടെയും ആഘോഷപ്പാട്ടുകളുടെ ഇടയിലാണ് ഈ ചെയ്യുന്നത്. ചില വരികൾക്ക് സാധിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ പറയാം. ഞാൻ ഇതൊന്നും പുറത്ത് അങ്ങനെ വേറെ തരത്തിലേക്ക് നാളെ ആഘോഷിക്കരുതെന്ന അഭിപ്രായം എനിക്ക് ഇവരോടുണ്ട്. കാരണം വളരെ പ്രഗത്ഭനായ ഒരാള്, അദ്ദേഹം ഈ പാട്ട് മേഖലയിലുള്ള ആളാണ്. അദ്ദേഹം ഞാൻ ഒരിക്കൽ പറഞ്ഞോന്നും ആവും അറിയില്ല. അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ ഒരിക്കല് പിന്നെ ഒരു ചാനലിന്റെ ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ നിന്നിട്ടൊരു സൗകര്യമില്ല. ഭാര്യയൊക്കെ ചോദിക്കും, മക്കളൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് 10-25 വയസ്സായില്ല, ഇനിയിപ്പോൾ ഈ പാട്ടൊക്കെ ഒന്ന് നിർത്തിക്കൂടെ, ഇങ്ങനെ ഗാനമേളയായിട്ട് നടക്കുക, നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടിയൊക്കെ മരിക്കാനായിട്ടില്ലേ, ആലോചിക്കാൻ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാള് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ പൊരേരുന്ന സൗകര്യക്കേട് ഒഴിവാക്കി ഇവിടെ ഈ റിയാലിറ്റി ഷോയിൽ വന്നത്. അപ്പൊ ആദ്യത്തെ കുട്ടി പാടുന്ന പാട്ട് പള്ളിക്കാട്ടിലാണെന്നാള് മണിയറ കനമുള്ള കല്ലതിൻ്റെ മേലെ. അപ്പൊ ഇതേ അപ്പുറത്ത് എന്നെ നോക്കുന്നുണ്ട്. രണ്ടാമത്തെ പാട്ട് വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. മൂന്നാമത്തെ കുട്ടി പാടുന്നത് മരണം നമ്മിൽ ഫറുവാണല്ലോ, മർത്യർക്ക് അത് ചിന്തിക്കാൻ ഒഴിവിലുള്ള പാട്ടാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിന് നല്ല വീട്ടിലിരിക്കലായിരുന്നു പറഞ്ഞു. ഈ പാട്ട് സ്വാധീനിക്കാൻ കഴിയുന്നത് അതൊരു പ്രകമ്പനം കൊള്ളിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് പാടുകയാണെങ്കിൽ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില പാട്ടുകൾ അങ്ങനെയുണ്ട്, നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ ആഘോഷവും ആ വേളകളും അതിന്റെ ഒരു അവതരിപ്പിക്കുന്ന തലവും നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന തലവും, ഇതിപ്പോ നിങ്ങൾ ഒരു 10,000-കണക്കിന് ആളുകൾ ഒരു ഗാനമേള സദസ്സിൽ ഞങ്ങൾ ഈ ചർച്ച ഉണ്ടാവില്ല, ഒരു കഥാപുസ്തകവും ഉണ്ടാവില്ല. നമ്മളൊരു കൂക്കി പിടിച്ചൊരു ബൈക്കോലാക്കും. ഒരു 10,000-കണക്കിന് ആളുകളുള്ള ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ ചർച്ച നടത്തിയാലും അവിടെ പോയിട്ട് പാട്ടിനെ പറ്റി പ്രസംഗിച്ചാൽ എന്നെയും ഒരു ബൈക്കവരാക്കും. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പാട്ടും ആഘോഷവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തലം ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അത് അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അതൊരു ചെറിയ അതെങ്ങനെയൊക്കെ ഉണ്ടാവും, അത് അതിന്റെ വഴിക്ക് പോകും.